പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ ചിരിനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒരു പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ഈ 4-ാം മാസത്തിൻ്റെ 29-ാമത്തെ പ്രഭാതത്തിൽ സർവശക്തനായ ദൈവം നമ്മെ ആയുസ്സോടെ ആരോഗ്യത്തോടെ കൊണ്ടുവന്നല്ലോ. നമ്മേക്കാൾ സൗന്ദര്യവും സമ്പത്തും വിദ്യാഭ്യാസവും അവനുള്ള അനേക പ്രിയപ്പെട്ടവർ ഈ പ്രഭാതം കാണുവാൻ കഴിയാതെ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ സർവശക്തനായ ദൈവം നമ്മെ സ്തോത്രം സൂക്ഷിച്ചു പരിപാലിച്ചു, കൺമണി പോലെ നമ്മെ കരുതി. ഈ പ്രഭാതം ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കാളികളാകുന്ന എല്ലാ കർത്താവിൻ്റെ വിലയേറിയ ദാസിദാസന്മാർക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹ വന്ദനത്തെ ഞാൻ ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. 6-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പാടുന്നു, നീതികേട് പ്രവർത്തിക്കുന്ന ഏവരുമേ എന്നെ വിട്ടു പോകുവിൻ, യഹോവ എൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം കേട്ടിരിക്കുന്നു. നമ്മുടെ കരച്ചിലിൻ്റെ ഉദ്ദേശം എന്തെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകണമെന്നില്ല. അഥവാ മനസ്സിലാക്കിയാലും മറ്റുള്ളവർക്ക് അത് വിഷയമായി തോന്നുകയോ അല്ലെങ്കിൽ അവർ മനസാക്ഷി ഇല്ലാത്തവരായി നമ്മെ സഹായിക്കാതെ ഇരിക്കുകയും ചെയ്തേക്കാം. പലരുടെയും സാഹചര്യങ്ങളും നിസ്സഹായതയും നിമിത്തം നമ്മെ ആശ്വസിപ്പിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ലെന്നും വരാം. ഒടുവിലത്തെ ആശ്രയമായി ദൈവത്തോട് ചെന്ന് കരഞ്ഞ് തങ്ങളുടെ കാര്യങ്ങൾ ഉണർത്തിക്കുക എന്നുള്ളതാണ് അനേകരും ചെയ്യുന്നത്. എന്നാൽ അവർ പ്രാർത്ഥിക്കുന്നത് യഥാർത്ഥ ദൈവത്തോട് അല്ലെങ്കിൽ അവരുടെ വേദനകൾ വർദ്ധിക്കുകയുള്ളൂ എന്ന് തിരുവചനം പറയുന്നു. എന്നാൽ നമ്മുടെ കരച്ചിലിൻ്റെ യഥാർത്ഥ ഉദ്ദേശം തിരിച്ചറിയാനും അതിന് തക്ക മറുപടി തരുവാനും നമ്മുടെ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. നമ്മുടെ കരച്ചിലിൻ്റെ മുമ്പിൽ മറ്റുള്ളവർ നിസ്സഹായരായി നിൽക്കുമ്പോഴും നമ്മുടെ നെടുവീർപ്പുകളെ പോലും ആഴത്തിൽ ഗ്രഹിച്ചറിയുവാനും അതിന് മറുപടി തരുവാനും നമ്മുടെ ദൈവം ശക്തൻ തന്നെയാണ്. ആമേൻ. സഹോദരന്റെ വേർപാടിൽ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് മാർത്തയോടും മറിയയോടും കൂടെ കരഞ്ഞുകൊണ്ടിരിക്കുന്നവർ വളരെ പേരുണ്ടായിരുന്നു. ആ ഭവനത്തിൻ്റെ ദുഃഖങ്ങളിൽ അനേകർ പങ്കുചേർന്നെങ്കിലും നമ്മുടെ കർത്താവിന് മാത്രമേ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊടുക്കുവാൻ കഴിഞ്ഞുള്ളൂ. തകർന്ന ഹൃദയത്തോടുകൂടെയുള്ള കരച്ചിൽ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നവൻ്റെ കരങ്ങളെ ചലിപ്പിക്കുവാൻ തന്നെ സ്തോത്രം ഇടയായി. ഹല്ലേലൂയ. ഒരു വ്യക്തി ദൈവം മുമ്പാകെ കരയണമെങ്കിൽ ഒന്നാമതായി താൻ ബലഹീനനാണെന്ന് തൻ്റെ കഴിവ് കൊണ്ട് സഹാനുഭൂതിയുള്ള മനുഷ്യരുടെയും സഹായം കൊണ്ടും തൻ്റെ കാര്യങ്ങൾ നടക്കുകയില്ല എന്നും സമ്മതിക്കണം. താങ്ങാനാവാത്ത വേദന ഉള്ളിൽ അനുഭവപ്പെടുമ്പോൾ ഹൃദയം തകരുകയും ചെയ്യുമ്പോൾ മാത്രമേ ഒരു വ്യക്തിക്ക് കരയുവാൻ കഴിയുകയുള്ളൂ. ഭക്തനായ ദാവീദ് പലപ്പോഴും ദൈവം മുമ്പാകെ കരഞ്ഞിരുന്നു. പല വിഷയങ്ങളെ ഓർത്ത് യിരെമ്യാവും എപ്പോഴും കരയുന്നവനായിരുന്നു. ആകയാൽ ദൈവം മാത്രമാണ് നമ്മുടെ കരച്ചിലിൻ്റെ ഉദ്ദേശം തിരിച്ചറിയുന്നതും നമ്മെ സഹായിക്കുന്നവനും എന്ന തിരിച്ചറിവോടെ മനുഷ്യരുടെ മുമ്പിൽ സ്വത്രം അല്ല ദൈവസന്നിധിയിൽ തന്നെ നമുക്ക് ഈ പ്രഭാതം കരയാം. അബ്രഹാമും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഹാഗറിനെയും തൻ്റെ മകനെയും നിഷ്കരണം ഭവനത്തിൽ നിന്നും പുറത്താക്കി കളഞ്ഞു. മരുഭൂമിയിൽ വിശന്നും ദാഹിച്ചും ഒറ്റപ്പെട്ടു പോയ ആ അമ്മയും മകനും തങ്ങളുടെ ജീവനും നിലനിൽപ്പിനും വേണ്ടി ദൈവത്തോട് വളരെ കരഞ്ഞു. ആ അമ്മയുടെയും മകൻ്റെയും നിലവിളി ദൈവം കേട്ട് അവർക്ക് വേണ്ടി ആ മരുഭൂമിയിൽ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുവാനിടയായി. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു. പ്രിയ ദൈവവൈതലേ, നമ്മുടെ യാതനകളും അപേക്ഷകളും ആരെല്ലാം തള്ളിക്കളഞ്ഞാലും നാം പരമാർത്ഥതയോടുകൂടെ ദൈവം മുമ്പാകെ ദൈവസന്നിധിയിൽ നിലവിളിക്കുമെങ്കിൽ ദൈവം നമ്മുടെ കരച്ചിലിൻ്റെ ശബ്ദം കേൾക്കുക തന്നെ ചെയ്യും. നമ്മുടെ കരച്ചിൽ കേട്ട് നമ്മെ വിടുവിക്കുകയും ചെയ്യും. ഈ ദിവസങ്ങളിൽ സ്തോത്രം അനേക ദൈവദാസന്മാരോടും ദൈവദാസിമാരോടും ഞങ്ങളുടെ ആലയത്തിനു വേണ്ടി ഒരു ശവക്കോട്ട മേടിക്കുവാൻ ഈ ഒരു പ്രാർത്ഥന വിഷയം സ്തോത്രം സാമ്പത്തിക സഹായം സ്തോത്രം ഞങ്ങൾ പറയുവാനും ചോദിക്കുവാനും ഒക്കെ ഇടയാണ്. ഇന്ന് പകൽക്കാലം സ്തോത്രം ഞാൻ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു. ആരെല്ലാം തള്ളിക്കളഞ്ഞാലും നാം പരമാർത്ഥതയോടുകൂടെ ദൈവസന്നിധി നിലവിളിക്കുകയാണെങ്കിൽ നിശ്ചയമായും സ്തോത്രം ഈ ആണ്ട് അല്ലെങ്കിൽ ഈ നാളുകളിൽ ദൈവം അതിന്
ആമേൻ നമുക്ക് മറുപടി തന്ന് ഞങ്ങളെ മാനിക്കുമെന്ന് ഞാൻ ഈ പ്രഭാതത്തിൽ വിശ്വസിക്കുന്നു. ആകയാൽ കർത്താവിൻ്റെ ദാസിദാസന്മാരെ, നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനകൾ, നിങ്ങളുടെ വിഷയങ്ങൾ ഇന്ന് പ്രഭാതം ദൈവസന്നിധിയിൽ വെക്കാമോ? ആമേൻ, സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ മനുഷ്യരുടെ മുന്നിൽ വെക്കുമ്പോൾ, മനുഷ്യർ നമ്മെ മറക്കുമ്പോൾ, മനുഷ്യർ നമ്മെ ഉപേക്ഷിക്കുമ്പോൾ, പരിഹസിച്ച് നമ്മെ മാറ്റി നിർത്തുമ്പോൾ, സർവശക്തൻ നമ്മെ ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയുടെ മറുപടികളെ നൽകി ആദരിക്കുന്ന പകലായി മാറും. കണ്ണുകളെ അടയ്ക്കാമോ? പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹവും പ്രശാന്തവുമായ നല്ല പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്ന നാഥ, ഈ പ്രഭാതം ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും ദൈവദാസിമാരെയും കർത്താവെ മാനിക്കണം, ആദരിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നു, നീതികേട് പ്രവർത്തിക്കുന്ന ഏവരുമേ എന്നെ വിട്ടു പോകുവിൻ, യഹോവ എൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം കേട്ടിരിക്കുന്നു. ഈ നാളുകളിൽ ഞങ്ങൾക്ക് ഞരങ്ങുന്ന വിഷയത്തിൻ്റെ നടുവിൽ, ഞങ്ങൾ കരയുന്ന വിഷയത്തിൻ്റെ നടുവിൽ, കർത്താവെ ഞങ്ങൾ യാചിക്കുന്ന വിഷയത്തിൻ്റെ നടുവിൽ സ്വർഗം മറുപടി തന്ന് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. സഭയുടെ ആവശ്യങ്ങൾ, വിശ്വാസ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ, കർത്താവെ സ്തോത്രം, ഓരോ പ്രിയപ്പെട്ടവരുടെ കർത്താവെ പ്രാർത്ഥനയുടെ മറുപടികൾ നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം. ഞങ്ങൾ ഈ പ്രഭാതം വിശ്വസിക്കുന്നു, ഞങ്ങളുടെ സ്തോത്രം കർത്താവ് കരച്ചിൽ കേൾക്കുന്ന, കരച്ചിലിൻ്റെ ശബ്ദം കേൾക്കുന്ന ഒരു ദൈവം ഈ പ്രഭാതം കർത്താവേ സ്തോത്രം ഞങ്ങളുടെ സകല വിഷയങ്ങൾക്കും മറുപടി നൽകി ആദരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അങ്ങയുടെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം. മഹത്വം അങ്ങെടുക്കണം യേശുവിൻ്റെ നാമത്തിൽ. കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.